നേപ്പാളിലെ താനാഹുൻ ജില്ലയിലെ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് നദിയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 41ആയി. മഹാരാഷ്ട്ര ടൂറിസം മന്ത്രി ഗിരീഷ് മഹാജനാണ് മരണവിവരം സ്ഥിരീകരിച്ചത്. അപകടത്തിൽപ്പെട്ടവരുടെ കൃത്യമായ കണക്ക് ഇനിയും വ്യക്തമല്ല. സംവിധായകൻ കഥകിൽ മുട്ടിയെന്ന് നൽകിയ പരാതിയിൽ ഇതുവരെ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് വീണ്ടും അമ്മയ്ക്ക് കത്തയച്ച് പരാതിക്കാരി. 2018 ഒക്ടോബറിൽ നൽകിയ കത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് കത്തിൽ വ്യക്തമാക്കി. അന്ന് നൽകിയ പരാതി ഉൾപ്പെടെയാണ് നടി വീണ്ടും അമ്മയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത്. പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് നവംബറിൽ കൊച്ചിയിൽ നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഏറ്റവും വലിയ കൗമാര കായികമേളയ്ക്ക് 16 മത്സരവേദികൾ ഉണ്ടാകും. ഒളിമ്പിക്സ് വേദി പോലെ തന്നെയായിരിക്കും വേദികൾ. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിക്കാനായി കൊണ്ടുവന്ന സാലറി ചലഞ്ചിന്റെ പേരിൽ സർക്കാരും ജീവനക്കാരും കൊമ്പുകോർക്കുന്നു. സാലറി ചലഞ്ചിന് സമ്മതപത്രം നൽകാത്തവർക്ക് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് വായ്പ എടുക്കാൻ സാധിക്കില്ല എന്നാണ് സർക്കാരിന്റെ തീരുമാനം.